അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമം നിർവീര്യമാകട്ടെ. കർത്താവെ, മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ചൊരികയും നിങ്ങളെ കർത്താവ് ഇന്ന് നിലനിർത്തി തരികയും ചെയ്യട്ടെ. നിങ്ങൾ പോകുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ചെയ്യുന്ന കാര്യങ്ങൾ, യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, ഒപ്പിടുന്ന പേപ്പറുകൾ, കൈമാറുന്ന രേഖകൾ,
കഴിക്കുന്ന മരുന്ന് എല്ലാം മാതാവിൻ്റെ മധ്യസ്ഥതയിൽ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാ ശുശ്രൂഷ നീക്കുവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഉടമ്പടി തുടങ്ങിയ കാലത്ത് അമ്മ ആദ്യം പറഞ്ഞതേ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന്. അപ്പോൾ ചിലരെങ്കിലും വിചാരിക്കും, അങ്ങനെ ഇത് നമ്മുടെ കഴിവല്ല, ദൈവത്തിൻ്റെ കൃപയെന്ന്. ഈ മലയാളിക്കൊരു കുഴപ്പമുള്ളതെന്നറിയാമോ? മലയാളി ബേസിക്കായിട്ട് മെറ്റീരിയലിസ്റ്റുകളാണ്, ആത്മീയവാദികളല്ല ശരിക്കും. ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മുഴുവനും ഗോവധങ്ങളെന്നൊക്കെ പറയുമ്പോൾ നമ്മളവർക്ക് പിന്നെ ഭക്ഷണത്തിൻ്റെ സ്വാതന്ത്ര്യമില്ല എന്നൊക്കെ നിങ്ങൾ പറയും. പക്ഷേ ഭക്ഷണം ഒരു പ്രശ്നമാണ്. ഇന്ത്യൻ ഫുഡെന്ന് പറയണത് വെജിറ്റേറിയൻ ആണല്ലോ നമ്മുടെ രാജ്യം. അത് എത്രയോ കാലമായിട്ട്. നേരത്തെയൊക്കെ എക്സെപ്ഷൻസൊക്കെ ഉണ്ട്. എക്സെപ്ഷൻസ് ഇങ്ങനെ ജനറലൈസ് ചെയ്യേണ്ട കാര്യമില്ല. ഈ രാജ്യം സാംസ്കാരികമായിട്ട് വെജിറ്റേറിയൻ ആണ് ശരിക്കും, സാമൂഹ്യമായിട്ടും. അതിൻ്റെ ഈറ്റിംഗ് ഹാബിറ്റ്സ്, ഫുഡ് ഹാബിറ്റ്സ് എല്ലാം അങ്ങനെയാണ് ബേസിക്. പിന്നെ വന്നവരല്ലേ ഇവിടെ നോൺ വെജിറ്റേറിയൻ പ്രചരിപ്പിച്ചത്, കറക്റ്റാണല്ലോ. അതിൻ്റെ അകത്ത് അങ്ങനെ ആരും എന്തൊരു അഭിപ്രായം ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ അത് എങ്കിലും ഇന്ത്യയിൽ പൊതുവെ എങ്ങനെയാണെങ്കിൽ മലയാളികളുടെ മനസ്സ് ആത്മീയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത്ര ആത്മീയമായിട്ട് തോന്നിയിട്ടില്ല. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പഴഞ്ചൊല്ലുകളാണല്ലോ നമുക്ക് മലയാളിക്ക് ബൈബിളൊന്നുമില്ല. ബൈബിളൊക്കെ ഇടക്കാലം കൊണ്ടൊക്കെ കിട്ടിയതാണല്ലോ. ഈ മനുഷ്യന്മാരുടെ ബൈബിൾ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇവിടെ മിന്നുന്നതെല്ലാം പൊന്നല്ല, അതൊക്കെയായിരുന്നു ഇവിടുത്തെ ബൈബിള്. അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, ജീവിതാനുഭവങ്ങളുണ്ട്. പിന്നെ എന്താണ്, അഹങ്കാരവും ദുരഭിമാനവും ഒക്കെ മലയാളിയുടെ മനസ്സിൻ്റെ ബേസിക്കായിട്ട് കിടക്കുന്നുണ്ട്. അതാണ് ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണം. സാധനം പോയി എന്നാലും ചമഞ്ഞ് കിടക്കണം. ഞാൻ അത്ര കുറഞ്ഞ പുള്ളിയല്ലെന്നുള്ള ഞാൻ അത്ര കുറഞ്ഞ പുള്ളിയല്ലെന്നാണ്. അതിൻ്റെ അകത്തൊരു മെറ്റീരിയലിസം ഉണ്ട്, ഭൗതികവാദമുണ്ട്. ചത്തുപോയ സംഭവമാണെങ്കിൽ ശരി, അത് ചെയ്യാൻ പറ്റിയിരിക്കണമെങ്കിൽ ശരി, വളരെ അലങ്കരിച്ച് വെക്കണമെന്നുള്ളതാണ് അതിൻ്റെ അകത്തുള്ള ഭൗതികവാദം എന്ന് പറയുന്നത്. ഇതുപോലെ മലയാളിയുടെ ഭൗതികവാദം നമുക്ക് നിരീക്ഷിക്കാവുന്ന സംഭവമാണ് താൻ പാതി ദൈവം പാതി എന്ന് പറയാം. താൻ പാതി ദൈവം പാതി. പക്ഷെ ബൈബിൾ അതിനോടൊന്നും യോജിക്കത്തില്ല. ബൈബിൾ എന്താ പറയണത്? നിങ്ങൾക്ക് പാതി വെക്കാൻ പറ്റത്തില്ല. നമ്മൾ പാർട്ട്നേഴ്സാണ്. നിങ്ങൾ പകുതി വെക്കാൻ നിങ്ങളുടെ പകുതി ഷെയർ വെക്കണം. പക്ഷേ ഷെയർ ഇല്ലാത്തവൻ എന്ത് ചെയ്യും? അവൻ ചത്ത് കളയണ. അതല്ലേ പ്രശ്നം. ഇപ്പം ദൈവം നമ്മൾ തമ്മിലൊരു ജീവിതമാണ്. അങ്ങനെ അതിലേക്ക് വരുമ്പോൾ നമുക്ക് ചില സമയത്ത് ഈ മനുഷ്യനോട് ആണെങ്കിലും നമ്മൾ ഒരു ഉടമ്പടി ചെയ്താൽ നമുക്ക് നിങ്ങൾ ഷെയർ വെക്കാൻ പറ്റത്തില്ല. ഇല്ല, അവിടെ ഇല്ല. അപ്പോൾ ഇല്ലാത്തൊരു കാലം മനുഷ്യരാശിക്ക് എപ്പോഴും ഉണ്ടാവുമല്ലോ. അപ്പം നമുക്ക് ഒന്നും ഇല്ലാത്തവർ എന്ത് ചെയ്യും? താൻ പാതി ദൈവം പാതി എന്ന് വെച്ചാൽ താൻ പാതി എന്ന് പറഞ്ഞാൽ നമുക്ക് പാതി ഉണ്ടേ. നമുക്ക് പാതി ഇല്ലാത്ത മെരിറ്റ് എന്നാണ് ബൈബിൾ പറയേണ്ടത്. മെരിറ്റ്, നോട്ട് ബൈ മെരിറ്റ് എന്ന് പറഞ്ഞ സംഭവം തന്നെ എന്താണ്? നമ്മൾക്ക് ഒരു കഴിവില്ലാത്ത കുറേ വിഷയങ്ങൾ ജീവിതത്തിലുണ്ടാവും. നമുക്ക് കഴിവില്ലാത്ത കുറേ വിഷയങ്ങൾ ജീവിതത്തിലുണ്ടാവും. ഇപ്പോൾ ചില ആൾക്കാർ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ പോയായിരുന്നു, ഇവിടെ ഈ പക്ഷി നിരീക്ഷണ കേന്ദ്രത്തിൽ പോയായിരുന്നു, തട്ടേക്കാട്. അപ്പോൾ ഇങ്ങനെ പോയപ്പോൾ ഞാൻ ഈ തട്ടേക്കാട് കഴിഞ്ഞ ദിവസം പോയപ്പോൾ അവിടെ ചെന്നപ്പോൾ എൻ്റെ കൂടെ ഉള്ള 1-2 പേര് എന്നോട് പറഞ്ഞ്, ഇവിടെ ഒരച്ഛൻ മരിച്ച സ്ഥലമാണ്. അപ്പം ഞാൻ ശ്രദ്ധിച്ച്, എങ്ങനെ മരിച്ച്? അത് അച്ഛൻ കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്ന് പുഴ കാണിക്കാൻ വന്നപ്പോൾ കുട്ടികൾ വെള്ളത്തിൽ ഒഴുക്കിൽപ്പെട്ട് കുളിക്കണ സമയത്ത് 2 പേര് ഒഴുക്കിൽപ്പെട്ട് ഒരാൾ അച്ഛനും നീന്തി ചെന്ന് രക്ഷപ്പെടുത്തി. അടുത്ത ആളെ രക്ഷപ്പെടുത്താൻ പോയപ്പോൾ അച്ഛനും അവിടെ കൂടെ പോയി, മരിച്ചുപോയി. അപ്പം ചില സമയത്ത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഒരാളെ രക്ഷപ്പെടുത്താൻ കഴിവുണ്ട്. പക്ഷേ ചില സമയത്ത് നമ്മളെ രക്ഷപ്പെടുത്താൻ നമുക്ക് കഴിവുണ്ടാകത്തില്ല. ഈ ലോകത്തിൻ്റെ ഒരു അവസ്ഥ അതാണ് ശരിക്കും പറഞ്ഞാൽ. ഞാനിപ്പോൾ ഇവിടെ ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാലേ, ഇപ്പോൾ ഈ ആൾക്കാർ പറയുന്നത് താൻ പാതി ദൈവം പാതി എന്ന്.
ഇപ്പം നമുക്ക് പാതി വെക്കാൻ ഉണ്ടാകത്തില്ല ചില സമയത്ത്. അപ്പോൾ പാതി വെക്കാനില്ലാത്ത ആൾക്കാർക്ക് ഇവിടെ ജീവിക്കണ്ടേ? അതുകൊണ്ടാണ് ദൈവം വേറെ ഉടമ്പടി തന്നത്. എന്താണ് അതിൻ്റെ അവിടെ ഉള്ളൊരു ഗുണം? എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നിൻ്റെ കഴിവ് കൊണ്ടല്ല, 100%, 50% നിൻ്റെ കഴിവെന്ന് പറഞ്ഞില്ല. മലയാളി എങ്ങനെ പറയണത്? താൻ പാതി ദൈവം പാതി. പക്ഷേ നമുക്ക് പാതി വെക്കാൻ ഉണ്ടാകത്തില്ല. അപ്പം പിന്നെ എന്ത് ചെയ്യും? ദൈവം തന്നെ മൊത്തം എടുക്കും. അതാണ് ഉടമ്പടി ഒരു വിജയം എന്ന് പറയുന്നത്. ദൈവം തന്നെ മൊത്തം എടുക്കും. അപ്പോൾ അത് Efesians 2:8 ആദ്യം നമുക്ക് കർത്താവ് വെളിപാട് തന്നെങ്കിലും സുവിശേഷത്തിൻ്റെ ഒരു പൊതുധാര അങ്ങനെയാണ്. എൻ്റെ ദൈവവേദനെ, ഞാൻ ഉടമ്പടിക്ക് നീയുമായിട്ട് ദാഹിക്കുകയാണ്. നിൻ്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും നമുക്ക് ഉടമ്പടി ചെയ്യാം എന്നാണ് ദൈവം പറയണത്. നിൻ്റെ കയ്യിൽ പകുതി വെക്കാനൊന്നും ഇല്ലെങ്കിലും, ആരോഗ്യമില്ല, സമ്പത്തില്ല, സൗന്ദര്യമില്ല, അവസരമില്ല, റെക്കമെൻഡ് ചെയ്യാൻ ആരുമില്ല, നിൻ്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു അലീന എന്നും പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞു. ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവൾ ജർമ്മനി പഠിക്കാൻ പോയതാണ്, മാസ്റ്റേഴ്സ് എടുക്കാൻ പോയതാണ്. മാസ്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ജോലി വേണ്ടേ? അപ്പോൾ അത് പുതുക്കണം. പക്ഷേ വിസ പുതുക്കി കിട്ടണില്ല. വിസ പുതുക്കി കിട്ടണമെങ്കിൽ 2-3 കാര്യങ്ങൾ വേണം. ഒന്ന്, 13 ലക്ഷം രൂപ FDയിലുണ്ടാകണം. രണ്ടാമത്തത് സാലറി സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ 3 രേഖകളുണ്ടെങ്കിൽ വിസ പുതുക്കത്തുള്ളൂ. ഒന്ന് 13 ലക്ഷം രൂപ. അത് 13 ലക്ഷം പെട്ട ആൾ പറയണത് എൻ്റെ വണ്ടിക്കാശ് പോലും ഇല്ലെന്നാണ് പറയണത്. പിന്നെ എന്താ വേണ്ടത്? സാലറി സർട്ടിഫിക്കറ്റ്. അതും ഇല്ല. സാലറി ഇല്ല, ജോലിയില്ല, സാലറി ഇല്ല. പിന്നെ എന്താ വേണ്ടത്? പിന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്. അതും ഇല്ല. ഈ പഠിക്കല്ലേ? അപ്പോൾ ഇത് 3 ഇല്ലാതെ പിന്നെ എങ്ങനെ വിസ പുതുക്കണത്? എന്നിട്ടും പരിശുദ്ധാത്മാവ് ഇവളോട് പറയുമേ, നീ ആപ്ലിക്കേഷൻ വെക്ക്. അപ്പോൾ അവൾ മാതാവിനോട് പറയുവേ, അമ്മേ എൻ്റെ കയ്യിലൊന്നുമില്ല കേട്ടോ, സാലറി സർട്ടിഫിക്കറ്റ് ഇല്ല, പിന്നെ 13 ലക്ഷത്തിന് 13 രൂപ വരെ എൻ്റെ ഇല്ല, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇല്ല. എനിക്ക് ആകപ്പാടെ ഉള്ളത് അമ്മയുമായിട്ടുള്ള ഉടമ്പടി മാത്രമാണ്. നിങ്ങൾക്കറിയണം ആ സാക്ഷ്യം കേട്ടോ, 2 കൊല്ലത്തേക്ക് ഇതെല്ലാം ഉള്ള ആൾക്കാർക്ക് 6 മാസമേ ഉടമ്പടി പുതുക്കുള്ളൂ. ദൈവം അതിൻ്റെ കക്ഷിയായി കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 2 കൊല്ലത്തേക്ക് പുതുക്കി കിട്ടിയിരിക്കണേ. അത് ഈ സാക്ഷ്യം കേട്ടതിന് ശേഷം ഞാൻ ബൈബിളിലെ ഈ നോട്ട് ബൈ മെറിറ്റ് ആശയത്തിൽ കർത്താവ് വെളിപാട് വേറെ വല്ലതും പറയുന്നുണ്ടെന്ന് നോക്കി. അതേ ആശയത്തിലെ തീത്തുസ് ലേഖനത്തിലെ 3-ാം അധ്യായം 4-5 വാക്യം, എന്നാൽ നമ്മുടെ രക്ഷകനായ ദൈവത്തിന്റെ നന്മയും സ്നേഹം നിറഞ്ഞ കാരുണ്യവും വെളിപ്പെട്ടപ്പോൾ അവിടുന്ന് നമുക്ക് രക്ഷ നൽകി. അത് നമ്മുടെ നീതിയുടെ പ്രവർത്തികൾ കൊണ്ടല്ല, നമ്മുടെ മെരിറ്റ് കൊണ്ടല്ല, പിന്നെയോ അവിടുത്തെ കാരുണ്യം മൂലം പരിശുദ്ധാത്മാവിൽ അവിടുന്ന് നിർവഹിച്ച പുനരുജ്ജീവനത്തിന്റെയും നവീകരണത്തിന്റെയും സ്നാനത്താലത്രേ. ദൈവം നിർവഹിച്ചതാണെന്ന് അർത്ഥം. അതുപോലെ ഒരു വചനമാണ് റോമ 11:6. അത് കൃപയാലാണെങ്കിൽ പ്രവർത്തികളിൽ അധിഷ്ഠിതമല്ല. കൃപയാലല്ലെങ്കിൽ കൃപ ഒരിക്കലും കൃപ ആയിരിക്കുകയില്ല. കൃപയാലല്ലെങ്കിൽ അല്ലാതെ ഒരു കാര്യം നടന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ കൃപയല്ല എന്താ പറയണത്? പിന്നെ അപ്പം എന്താ അർത്ഥം? കൃപയാലാണെങ്കിൽ പിന്നെ അവിടെ പ്രവൃത്തിക്ക് അടിസ്ഥാനമില്ലെന്ന്. അപ്പോൾ ചില കാര്യം പ്രവൃത്തിയല്ല, ദൈവത്തിൻ്റെ കൃപ മാത്രമാണ്. 2 തിമോത്തി 1:9 എടുത്തേ. അവിടുന്ന് നമ്മെ രക്ഷിക്കുകയും വിശുദ്ധമായ വിളിയാൽ നമ്മെ വിളിക്കുകയും ചെയ്തിരിക്കുന്നു. അത് നമ്മുടെ പ്രവൃത്തികളുടെ ഫലമായിട്ടല്ല, അവിടുത്തെ സ്വന്തം ഉദ്ദേശത്തെ മുൻനിർത്തിയും യുഗങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തുവിൽ നമുക്ക് നൽകിയ കൃപാവരം അനുസരിച്ചുമാണ്. യേശുക്രിസ്തുവിലുള്ള കൃപ എത്രയോ നേരത്തെ വാഗ്ദാനം ചെയ്യപ്പെട്ടതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവം നമ്മളുടെ മെറിറ്റ് നോക്കാതെ പലപ്പോഴും ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത്. കർത്താവിൻ്റെ നാമത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ. ഫാദർ തോമസ് എട്ടിയിൽ. ഞാൻ വിൻസെൻഷൻ സഭാംഗമാണ്. ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താവുന്ന കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ മാതാവിനോട് പ്രത്യേകമായിട്ട്
ഒരു പ്രോമിസ് എടുത്തിരുന്നു. ഞാൻ ഗുവാഹട്ടിയിൽ വിൻസെൻഷൻ സഭയ്ക്ക് ഗുവാഹട്ടിയിൽ ധ്യാന കേന്ദ്രങ്ങളുണ്ട്. അപ്പം ഞാൻ അവിടെ ധ്യാന കേന്ദ്രത്തിൽ കഴിഞ്ഞ 10 വർഷത്തോളം ശുശ്രൂഷ ചെയ്യുകയായിരുന്നു. എൻ്റെ വീട്ടിൽ മമ്മി എപ്പോഴും കൃപാസനത്തിൽ വരികയും ഇവിടെ പ്രാർത്ഥിക്കുകയും വീട്ടിലേക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ മമ്മിയോട് ചിലപ്പോഴൊക്കെ ആർഗ്യുമെൻ്റ് ചെയ്യാറുണ്ട്. ഇവിടെ കൃപാസനത്തിൻ്റെ പ്രത്യേകത എന്താ? മറ്റെല്ലാ സ്ഥലങ്ങളിലും മാതാവുണ്ടല്ലോ. അപ്പം ഒരു പ്രത്യേകത അതിനുവേണ്ടി ഞാനധികമൊന്നും കണ്ടിട്ടില്ല. എൻ്റെ വിശ്വാസം അത്രമാത്രം ആഴമായിരുന്നില്ല. എന്നിരുന്നാലും എൻ്റെ പ്രാർത്ഥനയും ശുശ്രൂഷയും എല്ലാം അതുപോലെ തന്നെ അതിൻ്റെ മുറയ്ക്ക് പോകുമായിരുന്നു. പക്ഷേ മമ്മിയുടെ പ്രത്യേകമായിട്ടുള്ള വിശ്വാസം, മമ്മി ആതുര സേവനവും ശുശ്രൂഷയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും. അങ്ങനെ ഇരിക്കെ എൻ്റെ ചേട്ടന് കഴിഞ്ഞ 2 മാസത്തോളം ശക്തമായ ചുമയായിരുന്നു. അപ്പം പല സ്ഥലങ്ങളിലും പോയി പല മെഡിസിൻസും മാറി മാറി ഉപയോഗിച്ചു. അതിലൊന്നും മാറ്റമില്ല. അപ്പം അത് ക്യാൻസർ ആണോ എന്ന് പോലും അവിടെയുള്ള ചില ഡോക്ടേഴ്സ് പോലും സംശയിച്ചു. അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നു. ചേട്ടൻ വിദേശത്ത് നിന്ന് നാട്ടിലെത്തി. വേണ്ട ചെക്കപ്പൊക്കെ നടക്കുന്ന അവസരത്തിൽ ഞങ്ങളെല്ലാവരും അവിടെ ധ്യാനകേന്ദ്രത്തിൻ്റെ ശുശ്രൂഷകരെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് പേരുടെ പ്രാർത്ഥന ഉണ്ടായിരുന്നു. കൃപാസന മാതാവിൻ്റെ പ്രത്യേകമായ വിധം മമ്മി പ്രത്യേകമായ വിധം പ്രോമിസ് എടുക്കുകയും അങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ആ ഒരു ചെക്കപ്പിൽ ഡോക്ടേഴ്സ് യാതൊരുവിധ കുഴപ്പമില്ല എന്ന രീതിയിൽ അത്ഭുതകരമായ വിധം ചേട്ടന് അതിൽ നിന്ന് ഈ അസുഖത്തിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള ഒരു മോചനം ലഭിക്കുകയും ചെയ്തു. അങ്ങനെ ആ വീട്ടിലുള്ളവർക്കെല്ലാം കൂടുതൽ വിശ്വാസമായി. എനിക്കും അതിലേറെയുള്ള വിശ്വാസമായി. പ്രത്യേകിച്ച് കൃപാസനത്തിലുള്ള ഈ പ്രാർത്ഥനയിലും പ്രത്യേകമായിട്ടുള്ള വിശ്വാസമായി. അങ്ങനെ എൻ്റെ IELTS ഞാൻ ഇംഗ്ലണ്ടിലേക്ക് ഈ നാളുകളിൽ അവിടുന്ന് ട്രാൻസ്ഫറായി ഇംഗ്ലണ്ടിലേക്ക് പോകാനുള്ള ക്രമീകരണങ്ങളൊക്കെ നടത്തുമ്പോൾ IELTS എക്സാം എഴുതേണ്ടതൊരാവശ്യമാണ്. അപ്പം IELTS എക്സാം പൊതുവേ എനിക്ക് സ്കൂളിലും ഡിഗ്രിക്കുമൊക്കെ അത്യാവശ്യം നല്ല മാർക്കുള്ളതുകൊണ്ട് ഞാൻ അത്ര കുഴപ്പമൊന്നുമില്ല എന്ന രീതിയിൽ വളരെ നിസ്സാരമായ രീതിയിൽ പരീക്ഷ എഴുതാമെന്ന് കരുതി. എന്നിരുന്നാലും എൻ്റെ കൂട്ടായ്മയിലുള്ള പലരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നുണ്ടായിരുന്നു. ആ പരീക്ഷ എറണാകുളത്ത് വെച്ചായിരുന്നു പരീക്ഷ. ആ പരീക്ഷയിൽ ഞാൻ 2 വിഷയത്തിന് തോറ്റു. പരീക്ഷയ്ക്ക് തോറ്റു കഴിഞ്ഞപ്പം മറ്റുള്ളവരോട് പറയാൻ എനിക്കൊരു മടി. കർത്താവ് എനിക്ക് എളിമപ്പെടാൻ വേണ്ടിയിട്ടുള്ളൊരു അവസരം എനിക്ക് വേണ്ടി ഒരുക്കി തന്നു. അപ്പം എന്നാലും ഒരുങ്ങാൻ വേണ്ടിയിട്ടോ അതുപോലെ തന്നെ ട്രെയിനിങ്ങിന് പോകാൻ വേണ്ടിയിട്ടോ ഞാൻ ശ്രമിച്ചില്ല. ഒരു കോൺഫിഡൻസോട് കൂടി വീണ്ടും ഒരു 3-4 ദിവസത്തിന് ശേഷം വീണ്ടും കൽക്കട്ടയിൽ അടുത്ത ഒരു സ്ലോട്ട് എടുത്തു. അവിടെ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പോയി. പ്രാർത്ഥനയൊക്കെ ഒരുപാട് നടത്തി. എന്നിരുന്നാലും ആ 2ാമത്തെ എക്സാമിനും തോറ്റു. 2ാമത്തെ എക്സാം തോറ്റു കഴിഞ്ഞപ്പം എനിക്ക് മറ്റാരോടും പറയാൻ വേണ്ടിയിട്ട് വല്ലാത്ത മടി. കാരണം അച്ഛനാണ്. IELTS എക്സാമിന് തോറ്റ കാര്യം മറ്റുള്ളവരോട് എങ്ങനെ പറയും? അപ്പം UK ശുശ്രൂഷയ്ക്ക് പോകുമ്പം അത് ഏറെ ബുദ്ധിമുട്ടാണല്ലോ. എനിക്ക് മനസ്സിൽ വല്ലാത്തൊരു ഭാരമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ ചേട്ടനുമായിട്ട് സംസാരിച്ചു, മമ്മിയോട് സംസാരിച്ചു. മമ്മീനോട് പറഞ്ഞു ഓൺലൈനായിട്ട് കൃപാസനത്തിൽ ഒരു കൃപാസനത്തിൻ്റെ ഈ ഉടമ്പടിയിൽ ഭാഗമാകുക. അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ അത് പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. അങ്ങനെ ഓൺലൈനായിട്ട് ഒരു ഉടമ്പടി എടുത്തു. ഓൺലൈൻ ഉടമ്പടി എടുക്കുന്ന അവസരത്തിൽ അത് തന്നെ എൻ്റെ തീരുമാനങ്ങളെയും എൻ്റെ മനസ്സിനെയൊക്കെ ഒരുപാട് മാറ്റി. പ്രത്യേകിച്ച് എൻ്റെ ആറ്റിറ്റ്യൂഡ്. രാവിലെ എഴുന്നേറ്റ് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അച്ഛന്മാർക്കുള്ള പ്രാർത്ഥനകളൊക്കെ ഉണ്ടെങ്കിലും പ്രത്യേകമാംവിധം കൂടുതലായിട്ട് പ്രാർത്ഥിക്കാനും പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിൽ കൂടുതൽ വളരുവാൻ വേണ്ടി അതെന്നെ സഹായിച്ചു. കൂടുതൽ സമയം ബൈബിൾ വായിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക പ്രേരണ എനിക്ക് ലഭിച്ചു. അങ്ങനെ എനിക്ക് തോന്നി കൂടുതൽ കർത്താവിനോട് അടുക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം കർത്താവ് ഒരുക്കിയെന്ന്. തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 5-ാമത്തെ തിരുവചനം, എന്നെ കൂടാതെ നിനക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു, കർത്താവെ നിനക്ക് വേണ്ടി ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇത് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ ഈ പരീക്ഷയിൽ നിന്ന് പാസ്സാക്കുക. അതിനേക്കാളേറെയുള്ള മറ്റുള്ളവരോട് പറയാൻ വേണ്ടിയിട്ടൊരു മടി. ഈ പരീക്ഷയെക്കുറിച്ച് പരീക്ഷ 3ാമത് പരീക്ഷ എഴുതുകയാണ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് വല്ലാത്തൊരു മടിയും ഒരു നാണക്കേടുമായിരുന്നു. അങ്ങനെ
ഞാൻ ആ ദിവസം പരീക്ഷയ്ക്ക് വേണ്ടി പോകുമ്പോൾ കൽക്കട്ടയ്ക്ക് വീണ്ടും പോകണം പരീക്ഷയ്ക്ക് വേണ്ടി. ഇനി അടുത്തൊരു പരീക്ഷയ്ക്ക് വേണ്ടി അവിടുത്തെ പോകാൻ സാധിക്കാനുള്ള യാതൊരുവിധ സാധ്യതയില്ല. അഥവാ തോറ്റിട്ടുണ്ടെങ്കിൽ ഇനി കൽക്കട്ടയിൽ കേരളത്തിലേക്ക് ട്രാൻസ്ഫർ വന്നു, ഇവിടേക്ക് വന്നു. ഇവിടെ നിന്നാണ് ഇംഗ്ലണ്ടിന് പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഇനി കൽക്കട്ടയ്ക്ക് പോവുക അത് ബുദ്ധിമുട്ടാണ്. ഇനി വേറൊരു സ്ഥലത്തേക്ക് പോകുക, ഒരുപാട് സാമ്പത്തിക കാര്യങ്ങളും അതിനുണ്ടല്ലോ ഓരോ പരീക്ഷ എഴുതുമ്പോഴും. അപ്പോൾ ഇങ്ങനെ ഏറെ ബുദ്ധിമുട്ടോടുകൂടി ഒത്തിരി ആകുലതയോടു കൂടിയിട്ടാണ് ഞാൻ പരീക്ഷ ഹാളിലേക്ക് പോകുന്നത്. പരീക്ഷാ ഹാളിലേക്ക് പോകുമ്പം ബാക്കി എല്ലാവരും ലാപ്ടോപ്പും കമ്പ്യൂട്ടറും ഒക്കെ എടുത്ത് ആണ് പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ട് വരുന്നു. ഞാൻ ബൈബിൾ മാത്രം എടുത്തു, ബൈബിളും കൊന്തയും മാത്രം. എനിക്ക് പരീക്ഷയ്ക്ക് മുമ്പ് 1.5-2 മണിക്കൂർ സമയം കിട്ടി. ഈ 2 മണിക്കൂർ സമയം ബൈബിൾ വായിക്കാനും കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ച് ശരിക്കും ഒരുങ്ങാൻ വേണ്ടിയിട്ട് കർത്താവ് പ്രത്യേകമായിട്ടുള്ള പ്രേരണ എനിക്ക് നൽകി. അങ്ങനെ നല്ല ഒരുക്കത്തോടുകൂടി നല്ല കോൺഫിഡൻസോടുകൂടി ഞാൻ പരീക്ഷയ്ക്ക് പോവുകയാണ്. പരീക്ഷ എഴുതുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു കാര്യം, എൻ്റെ എല്ലാ നിയോഗവും ഞാൻ എഴുതി അൾത്താരയിൽ വയ്ക്കുക. ആ നിയോഗങ്ങളൊക്കെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ കർത്താവ് സാധിച്ചു തന്നിട്ടുമുണ്ട്. ഞാനങ്ങനെ ഈ നിയോഗവും അൾത്താരയിൽ എഴുതി വെച്ചു. പ്രത്യേക നിയോഗത്തോടുകൂടി പരീക്ഷാ ഹാളിലെത്തി. അവിടെ എക്സാമിൻ്റെ സമയത്ത് എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു എക്സാം ഞാൻ ജീവിതത്തിൽ എഴുതിയിട്ടില്ല. ഞാൻ തല കുനിച്ചുകൊണ്ടാണ് അവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നത്. ഞാൻ എന്നോട് തന്നെ ചിന്തിച്ചു, എന്താണ് സംഭവിക്കുന്നത്? പരീക്ഷയ്ക്ക് വേണ്ടി അത് ഒരുങ്ങിയിട്ടില്ല. ടെൻഷനാണെങ്കിൽ 10ാം ക്ലാസ്സിലെ പിള്ളേർ 10ാം ക്ലാസ് പരീക്ഷ എഴുതുന്ന ടെൻഷനോട് കൂടി പരീക്ഷ എഴുതുന്നു. അപ്പം ഇനി എങ്ങനെ മുന്നോട്ട് ഇത് പരീക്ഷ എങ്ങനെ എഴുതും എന്നൊക്കെയുള്ള ഒരു ചിന്തയോട് കൂടി ഞാൻ പുറത്തിറങ്ങിയേ. എൻ്റെ കൂട്ടുകാരും എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ആ ദിവസം ആ പരീക്ഷ എഴുതി കഴിഞ്ഞ് എന്നെ വിളിച്ചു, അച്ഛാ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, 7 അത്ഭുതങ്ങളെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഇനി 8ാമതൊരു അത്ഭുതം ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി സാധ്യതയുള്ളൂ. കാരണം എനിക്കത് ബുദ്ധിമുട്ടായിരുന്നു. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പരീക്ഷ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ചില അച്ഛന്മാർ എൻ്റെ അടുത്ത് അറിയുന്ന എൻ്റെ അടുത്ത സുഹൃത്ത് അച്ഛന്മാർ പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടിയിട്ട് അച്ഛന് വേണ്ടിയിട്ട് കുർബാന ചൊല്ലി മുട്ടുകുത്തി കുർബാന ചൊല്ലുമായിരുന്നു. അപ്പം അങ്ങനെ കുർബാന ചൊല്ലി പ്രാർത്ഥിച്ചു, അനേകം കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു. കൃപാസന മാതാവിനോട് പ്രത്യേകമായിട്ട് ഉടമ്പടി നേർന്നു. അങ്ങനെ പരീക്ഷാ സമയത്തിൻ്റെ റിസൾട്ട് നെക്സ്റ്റ് ദിവസം തന്നെ അറിയും. കമ്പ്യൂട്ടർ ടെസ്റ്റാണ്. അടുത്ത ദിവസം തന്നെ എക്സാം അറിയും. അന്ന് വൈകുന്നേര സമയത്ത് ഞങ്ങൾക്കൊരു ആരാധന ഉണ്ടായിരുന്നു. ആരാധന സമയത്ത് ഞാൻ അൾത്താരയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ വേറൊരു ഓൾട്ടറിൽ എൻ്റെ പാസ്പോർട്ടും അതുപോലെ തന്നെ എൻ്റെ മൊബൈൽ ഫോൺ ചെക്ക് ചെയ്തിട്ട് അന്ന് വൈകിട്ട് വേണം എനിക്ക് റിസൾട്ട് അറിയാൻ. അത് ഞാൻ അൾത്താരയിൽ വെച്ചു. അതിനുശേഷം ഞാൻ ആരാധനയ്ക്ക് പോയി. ആരാധന അവസരത്തിൽ ഇങ്ങനെ എനിക്കൊരു പ്രേരണ കിട്ടി. ഞാൻ കർത്താവിനോട് ഇങ്ങനെ ഒരു പ്രോമിസ് ചെയ്തു, ഞാൻ ഈ എക്സാം പാസ്സാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൃപാസനത്തിൽ വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം എന്ന് ഞാൻ ഒരു പ്രോമിസ് എടുത്തു. അങ്ങനെ 1 മണിക്കൂർ ആരാധനയ്ക്ക് ശേഷം ഞാൻ പള്ളിയിൽ വന്ന് എൻ്റെ മൊബൈൽ ഫോൺ തുറന്ന് അതിൻ്റെ റിസൾട്ടിൻ്റെ ടൈം ചെക്ക് ചെയ്തപ്പം എനിക്ക് നല്ല വിജയത്തോടു കൂടി നല്ല മാർക്കോടുകൂടി പാസ്സാകാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക കൃപ കർത്താവ് എനിക്ക് നൽകി. അതിനേക്കാളേറെ എൻ്റെ വിശ്വാസം വർദ്ധിക്കുവാനും അതുപോലെ കൂടുതൽ കർത്താവിനോട് അടുത്ത് ആയിരിക്കാൻ വേണ്ടി കർത്താവ് എന്നെ അനുഗ്രഹിച്ചു. ഒപ്പം തന്നെ ഞാൻ പ്രത്യേകമാംവിധം ഈ കൃപാസന മാതാവിനോട് ഈശോയോട് പ്രത്യേകമായി കടപ്പെട്ടിരിക്കുന്നു. ഒപ്പം തന്നെ എൻ്റെ മമ്മിയുടെ കൂട്ടുകാരും ഒക്കെ വന്നിട്ടുണ്ട്. അവരൊക്കെ സ്ഥിരമായി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ഒരുപാട് അനുഗ്രഹങ്ങൾ കുടുംബത്തിലേക്ക്, എൻ്റെ പ്രിയപ്പെട്ടവർക്ക്, എൻ്റെ സഹോദരങ്ങൾക്ക് ഒക്കെ ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അന്നൊന്നും ഞാൻ അത്ര വലിയ കാര്യമാക്കിയിരുന്നില്ല. ഇതൊക്കെ സാധാരണമാണ്. എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. മാതാവെല്ലാം ഒന്ന് തന്നെയാണ്. അതിന് പ്രത്യേകിച്ചൊന്നും ഒരു പ്രത്യേകതയൊന്നുമില്ല എന്ന് കരുതിയിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. എന്നാൽ എല്ലാം കർത്താവ് തിരുത്തി എഴുതി. ഞാൻ പ്രത്യേകമാംവിധം കൃപാസന മാതാവിന് നന്ദി പറയുന്നു, ഈശോയ്ക്ക് നന്ദി പറയുന്നു. ദൈവത്തിന് സ്തുതി. അതോടൊപ്പം തന്നെ ഈ ഉടമ്പടി പ്രകാരം ചില ഉടമ്പടിയുടെ 6 കാര്യങ്ങൾ ചെയ്തു ചെയ്യുവാനുള്ള 6 കാര്യങ്ങൾ ഞാൻ എൻ്റെ മനസ്സിൽ വെച്ചു. അങ്ങനെ 6 കാര്യങ്ങളും അതിനു വേണ്ടിയിട്ട് അത് നിവർത്തീകരിക്കാൻ വേണ്ടി ഞാൻ പരിശ്രമിച്ചിരുന്നു. അപ്പം പ്രത്യേകിച്ച് മറ്റുള്ളവർക്ക് ചാരിറ്റി ചെയ്യുക, ശുശ്രൂഷ ചെയ്യുക, അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടി പ്രത്യേക വിധം ഞാൻ ഓർത്തു. അങ്ങനെ ഞാൻ എല്ലാ ആഴ്ചയിലും ഏറ്റവും കുറഞ്ഞ പക്ഷം കുറച്ചെങ്കിലും എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യാൻ എന്നാലാവുന്ന രീതിയിലുള്ള എൻ്റെ ലിമിറ്റ് വെച്ചുള്ള രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചിരുന്നു. അതിനും മാതാവിൻ്റെ പ്രത്യേക പ്രേരണയ്ക്കും പ്രചോദനത്തിനും പ്രത്യേകം അമിതം
ഞാൻ നന്ദി അറിയിക്കുന്നു. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ 9-ാം അധ്യായം 15-ാം തിരുവചനം. കർത്താവ് അവനോട് പറഞ്ഞു, നീ പോവുക, വിജാതിയരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുൻപിൽ എൻ്റെ നാമം വഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണവൻ. ഫാദർ തോമസ് VC സഭാംഗമായ ഗുവാഹട്ടി പ്രോവിൻസിലെ തോമസ് അച്ഛൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് അൾത്താരയിൽ ഏറ്റുപറഞ്ഞത്. ഒരു ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ കൂടിയായ അച്ഛനെ എന്തു തന്നെ ചോദിച്ചാലും ഈശോ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് മറ്റുള്ളവർക്ക് ഒരുപാട് അനുഗ്രഹം പ്രാപിച്ചു കൊടുക്കുന്ന ഒരച്ഛനാണ്. പരിശുദ്ധ അമ്മയോട് VC സഭാംഗങ്ങൾക്ക് പ്രത്യേകമായൊരു മമതയും സ്നേഹവും പരിശുദ്ധ അമ്മയോടുള്ളതാണ്. പക്ഷേ തൻ്റെ കാര്യത്തിൽ ഒരു പ്രത്യേക ആഗ്രഹം, ഒരാവശ്യമുണ്ടായത് IELTS പാസ്സാകുക എന്നുള്ളതായിരുന്നു. 2 പ്രാവശ്യം ഫെയിലായപ്പോഴാണ് അമ്മയും കുടുംബാംഗങ്ങളും നിരന്തരമായി അച്ഛനോട് പറഞ്ഞു, ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിച്ചാൽ നിനക്ക് ഉടൻ പരിഹാരമുണ്ടാകും. അപ്പോൾ സന്യസ്തർക്കും വൈദികർക്കുമുള്ള ഒരു പ്രശ്നമെന്ന്, ഇതിനെന്തിന് അവിടെയും ഇവിടെയും പോകണം, ഞാൻ കുർബാന അർപ്പിച്ച് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തിയല്ലേ. അങ്ങനെ ഒരുപാട് ആർഗ്യുമെൻറ്റ്സ് ഇതിനോടൊപ്പം ഉണ്ടാകുക സാധാരണമാണ്. എന്നാൽ തന്നെ എളിമപ്പെടുത്തുക, പരിശുദ്ധ അമ്മ എളിമപ്പെടുത്തിയത് ഒരു ദൈവപുത്രൻ്റെ അമ്മയാവുക എന്നുള്ള വലിയ പദവിയിലേക്ക് പരിശുദ്ധ അമ്മയെ ഉയർത്തിയപ്പോൾ അമ്മ പറഞ്ഞത്, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. പരിശുദ്ധ അമ്മയ്ക്ക് ഏറ്റുപറയാനുള്ളത്, ഇതാ കർത്താവിൻ്റെ ദാസി. അത്രമാത്രം തൻ്റെ താഴ്മയെ അവിടുന്ന് തൃക്കൺ പാർത്തു എന്നാണ് പരിശുദ്ധ അമ്മ പറഞ്ഞത്. അങ്ങനെ എവിടെയാണോ നാം നമ്മുടെ സ്റ്റാറ്റസിനെ താഴ്ത്തുന്നത് അവിടെയാണ് കൃപ ഒഴുകുകയുള്ളൂ എന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഫാദർ തോമസിനും സംഭവിച്ചത് തന്നെയാണ്. തൻ്റെ ആ സ്റ്റാറ്റസിനെ ലോ ചെയ്തു. ഈശോയ്ക്ക് പൂർണ്ണമായി അടിയറ വെച്ച് തൻ്റെ ആഗ്രഹങ്ങളെ, മറ്റുള്ളവരുടെ ആഗ്രഹങ്ങളെ അൾത്താരയിൽ സമർപ്പിക്കുന്നത് പോലെ തന്നെ തൻ്റെ ആഗ്രഹത്തെയും അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം പരീക്ഷ എഴുതാൻ പോകുന്നത്. അദ്ദേഹം വളരെ ആത്മാർത്ഥമായി പറഞ്ഞു, അങ്ങയുടെ നാമത്തെ ഞാൻ ഈ കൃപാസന അൾത്താരയിൽ വന്ന് ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും നാമം മഹത്വപ്പെടുത്തുന്നതായിരിക്കും എന്നുള്ള ഒരു സ്റ്റെപ്പ് അദ്ദേഹം എടുത്തു വെച്ചപ്പോഴാണ് ഈശോ വളരെ സന്തുഷ്ടനായി അദ്ദേഹത്തിന് വലിയ കൃപ നൽകിയിരിക്കുന്നു. 2 പ്രാവശ്യം പരീക്ഷയിൽ തോറ്റെങ്കിലും തൻ്റെ സഹോദരനെ ക്യാൻസർ രോഗത്തിൽ നിന്ന് വിടുതൽ നൽകി ഇവിടെ വന്ന് അവർ നന്ദി പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹത്തിന് അതും കൂടി ഒരു വലിയ അത്ഭുതമായിരുന്നു. തൻ്റെ കുടുംബത്തിൽ, തൻ്റെ ജീവിതത്തിൽ തന്നെ തൻ്റെ സഹോദരന് ഒരു വലിയ അത്ഭുതമുണ്ടായപ്പോഴാണ് ഈശോ അന്ന് തൊട്ടതും ഇന്ന് തൊടുന്നതും ഒരുപോലെ തന്നെയാണ്. പരിശുദ്ധ അമ്മ കാനായിൽ വിവാഹവിരുന്നിൽ ചെയ്ത അത്ഭുതം തന്നെയാണ് എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാനുമായി ഈശോയുമായി ഉടമ്പടി ചെയ്തപ്പോൾ ഉണ്ടായ അത്ഭുതം സെയിം ആണെന്ന് ഈ അച്ഛനെ മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മൾ എത്ര തന്നെ തോറ്റുപോയാലും അദ്ദേഹം പറഞ്ഞതുപോലെ 8ാമത്തെ മഹാത്ഭുതം എന്നിലൂടെ സംഭവിക്കുമെന്നല്ല ആരെല്ലാം കളിയാക്കിയാലും അതൊരു വലിയ നമ്മുടെ ഓരോരുത്തരുടെ ഒരു ചെറിയ തലവേദന പോലും മാറുന്നത് ഈശോ എനിക്ക് വേണ്ടി ചെയ്യുന്ന വലിയ അത്ഭുതങ്ങളാണ്. അത്ഭുതങ്ങളൊന്നും തന്നെ ചെറുതും വലുതുമല്ല. അച്ഛനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കൂടുതൽ മേഖലകളിലേക്ക് ഈശോയെ എത്തിക്കുവാനും പരിശുദ്ധ അമ്മയുടെ സാമീപ്യം അറിയിക്കാനുള്ള കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ സന്യസ്തർക്കും വൈദികർക്കും വേണ്ടി പ്രാർത്ഥിച്ച് ഈ സാക്ഷ്യം ഈശോയ്ക്ക്. ബിനോ എന്നാണ്. ഞാൻ കോട്ടയം ജില്ല പാലായിൽ എന്ന സ്ഥലത്താണ് എൻ്റെ വീട്. ഇതെൻ്റെ ഭാര്യയാണ്. ഞാൻ ഈ കൃപാസനത്തിൽ 2024 വന്ന് ഉടമ്പടി എടുത്തതാണ്. ഉടമ്പടി എടുത്ത് 3 മാസം തികയുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ വിവാഹം എല്ലാം ശരിയായി. നേരത്തെ 24ാമത്തെ വയസ്സിൽ വിവാഹം ആലോചന തുടങ്ങിയതാണ്. പല ആലോചന വന്നിട്ട് ഒന്നും ശരിയായില്ല. എന്നാൽ പിന്നെ ഈ വിവാഹ ജീവിതം വേണ്ട എന്ന് വെച്ച് ഇരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് 54ാമത്തെ വയസ്സിലാണ് ഈ വിവാഹം നടക്കുന്നത്. പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും ഞാൻ മദ്യത്തോടും പുകവലിയോടും എല്ലാം ഭയങ്കര ആസക്തിയിൽ അടിമപ്പെട്ട് ജീവിക്കുകയാണ്. മദ്യത്തിൽ ഞാൻ പല ചികിത്സയ്ക്കും പല ഹോസ്പിറ്റലിലും പോയിട്ടുണ്ട്. അത് വീട്ടുകാർ ആണ് കൊണ്ട് ചികിത്സയെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. മദ്യപാനം ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് നേരത്തെ. അപ്പോൾ മദ്യപാനം മൂലം വീടുകളിൽ പല പ്രശ്നങ്ങളും എല്ലാ വിഷയങ്ങളും ഉണ്ടായിരുന്നു. സഹോദരങ്ങളായിട്ട് പിണക്കങ്ങളും വഴക്കും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പല വിഷയങ്ങളായി ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും ഒരു മേൽഗതിയിലായിട്ട് ഒരു ജീവിതമായിരുന്നു 10-30 വർഷക്കാലം. കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എല്ലാ കാര്യങ്ങൾക്കും അമ്മ നല്ലൊരു ജീവിതമാർഗം ഉണ്ടാക്കി തന്നു.
സഹോദരങ്ങളുമായിട്ട് പിണക്കത്തിലായിരുന്നു. പിണക്കങ്ങളെല്ലാം രമ്യതയിലായി. പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കുടുംബത്തിലുണ്ടെങ്കിൽ കുടുംബത്തിൽ ഓരോരോ വിഷയങ്ങളായിട്ട് വസ്തു സംബന്ധമായ പ്രശ്നങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവരും പല പല വിഷയങ്ങളായിട്ട് സഹോദരങ്ങളായിട്ടും ഒത്തിരി പിണക്കങ്ങളും, എല്ലാവർക്കും മുതലിനോടും ഇല്ല താല്പര്യം. അതുകൊണ്ട് വീട്ടുകാർക്ക് പോലും ഒരു വിവാഹത്തിന് ഒരു താല്പര്യം പ്രകടിപ്പിക്കുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞ് 24 ഉടമ്പടിയൊക്കെ എടുത്ത് വന്നു കഴിഞ്ഞ് ഇത് എൻ്റെ പേരപ്പൻ്റെ മകൻ്റെ ഭാര്യയായിരുന്നു. മകൻ മരിച്ചുപോയി കഴിഞ്ഞ് പുള്ളിക്കാരൻ ഒരു ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നപ്പോൾ ഞാനായിരുന്നു ട്രീറ്റ്മെൻറ്റ് ഒക്കെ പോയപ്പോൾ ആശുപത്രിയിൽ പോയി ചികിത്സ കാര്യങ്ങളായിട്ട് നിന്നുകൊണ്ടിരുന്നത്. അന്നേരം പുള്ളിക്കാരത്തി എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. അപ്പോൾ പുള്ളിക്കാരത്തിയായിട്ട് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരത്തിയുടെ വിവാഹത്തെ പറ്റി ആലോചിച്ചു. പുള്ളിക്കാരത്തി പറഞ്ഞു ആലോചിച്ച് പറയാമെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് വീട്ടുകാർക്കൊന്നും സമ്മതമൊന്നും ഇല്ലായിരുന്നു. പിന്നെ എൻ്റെ ഒരു സുഹൃത്തിനോട് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ നീ ഇങ്ങനെ നടന്നപ്പോൾ ഒരു വിവാഹ ജീവിതം വേണോടാന്ന് പറഞ്ഞ് അങ്ങനെ അവർ എല്ലാം കൂടെ ആലോചിച്ച് പാലാ ബിഷപ്പിൻ്റെ പ്രത്യേക ഓർഡർ പ്രകാരമാണ് ഞാൻ ഈ വിവാഹം നടത്തുന്നത്. വീട്ടുകാർക്കൊന്നും എതിർപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ വിവാഹത്തോട്. എന്നുവെച്ചാൽ എല്ലാവർക്കും മുതലും ആണല്ലോ. പക്ഷേ അപ്പോൾ ഞാൻ കല്യാണം കഴിക്കാൻ നിൽക്കുവാണെങ്കിൽ ബാക്കി സഹോദരങ്ങൾക്കും എല്ലാം മുതലോട് അത്യാഗ്രഹം കൊണ്ട് ഉള്ള രീതിയിലായിരുന്നു അവരെല്ലാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്പം വിവാഹങ്ങളെല്ലാം നടന്നു. ഇപ്പം കൃപാസനത്തിൽ വന്ന് ഇപ്പം 2ാമത്തെ പ്രാവശ്യം പുതുക്കാനാണ് വന്ന് അപ്പോൾ 1.5 വർഷമായിട്ടും സാക്ഷ്യം പറയാൻ ഇതുവരെ ഒത്തില്ല. ഈ പ്രാവശ്യമാണ് കയറി സാക്ഷ്യം പറയുന്നത്. ഇതെല്ലാം നടത്തി തന്ന കൃപാസന അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. ഇനി വീണ്ടും ഈ കൃപാസനത്തിൽ വന്ന് എല്ലാ പ്രവൃത്തികളും നന്മ പ്രവൃത്തികളും ചെയ്യും. പിന്നെ പ്രേഴ്സവലിയായിട്ട് പത്രങ്ങൾ കൊടുക്കാറുണ്ട്. പേപ്പർ വെച്ചാൽ പുള്ളിക്കാരിച്ചാണ് കൊടുക്കുന്നത്. പിന്നെ പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങളൊക്കെ പാവപ്പെട്ടവർക്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് എൻ്റെ പരിപാടി. എൻ്റെ പേര് ഗ്രേസി എന്നാണ്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 1.5 വർഷം കഴിഞ്ഞ് ഈ സെപ്റ്റംബർ 23-ാം തീയതി വരുമ്പോൾ 2 വർഷമാകും. ഞങ്ങൾ വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്ന ഈ അമ്മ മാതാവിൻ്റെ അടുത്ത് വന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അപ്പോഴീ വിവാഹം ആലോചിച്ചപ്പോഴൊക്കെ വീട്ടുകാർക്കും പിന്നെ എനിക്കും തടസ്സങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് അമ്മ മാതാവിന് ഇഷ്ടമാണെങ്കിൽ ഈ വിവാഹം നടത്തി തരാൻ തന്നെ ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഈ വിവാഹം അമ്മ മാതാവിൻ്റെ മധ്യസ്ഥയിൽ വളരെ ഭംഗിയായിട്ട് നടന്നു. ഡാഡിയും മമ്മിയും ബാക്കി സഹോദരങ്ങളും എല്ലാം വലിയ താല്പര്യത്തോടെ ഈ വിവാഹത്തിൽ പങ്കെടുത്തു. ഇപ്പോൾ ഞങ്ങൾ സന്തോഷമായിട്ട് കഴിയുന്നു. പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഉണ്ടായിരുന്നു. 2 വീട്ടിലും എതിർപ്പുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം ഇപ്പം തീർന്നു. അമ്മ മാതാവിൻ്റെ അടുത്ത് വന്ന് ഓരോ പ്രാവശ്യവും ഞങ്ങൾ പ്രാർത്ഥിച്ച് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവരിപ്പോൾ വളരെ സ്നേഹത്തോടെ ഞങ്ങളെ കാണുകയും അവരെ കാണുകയും ചെയ്യുന്നു. അത് ഈ അമ്മ മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ മാത്രം ഫലമാണ്. അല്ലെങ്കിൽ ഈ വിവാഹം നടക്കാനേ സാധ്യതയില്ല. ഞാനിനി ഒരു വിവാഹം കഴിക്കണം, ഹസ്ബൻഡ് മരിച്ചുപോയി, ഞാൻ കഴിക്കണമെന്ന് തീരുമാനിച്ചിട്ടേ ഇല്ലായിരുന്നു. അത് അമ്മ മാതാവിൻ്റെ മാത്രം അതെനിക്ക് പറയാൻ സാധിക്കും. പിന്നെ ഞങ്ങൾക്ക് ഓരോ ചെറിയ ചെറിയ രോഗങ്ങളുണ്ടായിരുന്നു. അതെല്ലാം നല്ല കുറവ് വന്നിട്ടുണ്ട്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പിന്നെ ഞങ്ങൾക്ക് കുട്ടികളൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ അമ്മ മാതാവിൻ്റെ അടുത്ത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഒരു ചെറിയ ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട് അടുത്ത് വന്നൊരു വീട് എടുക്കണമെന്ന് തീരുമാനിച്ചു. അപ്പം ബ്രോക്കർ പറഞ്ഞു 5000 രൂപ ഞങ്ങൾക്ക് തരണം, വീടെടുത്ത് തരുവാണെങ്കിൽ വാടക കൊടുക്കുന്ന പൈസ തന്നെ തരണമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അതിനുള്ള സാധ്യതകൾ അങ്ങനെ കൊടുക്കാനും തോന്നിയില്ല. അപ്പോൾ ഇവിടെ വന്ന് അമ്മ മാതാവിനോട് ചോദിച്ചപ്പോൾ തന്നെ ആ വീടിൻ്റെ ഉടമസ്ഥനെ ഞങ്ങളെ കാണിച്ച് തന്നു, ഞങ്ങളുടെ മുന്നിൽ കൊണ്ട് നിർത്തി. ആ മനുഷ്യന് ഞങ്ങൾക്ക് അമ്മ മാതാവ് പറഞ്ഞു തന്നു, ഈ മനുഷ്യൻ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ബ്രോക്കറൊന്നും വേണ്ട, നേരിട്ട് വീട് എടുത്തോളാൻ പറഞ്ഞു. ഞങ്ങൾ നേരിട്ട് വീട് തൊട്ടടുത്ത് 5 മിനിറ്റ് നടന്നാൽ മതി. എല്ലാ ദിവസവും ഇവിടെ വന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന നടത്തുകയും പ്രാർത്ഥിക്കുകയും ഗ്രോട്ടയിൽ വെളിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയും ചെറിയ ചെറിയ ബിസിനസ്സുകളൊക്കെ ചെയ്യാനും അമ്മ മാതാവ് അനുവദിച്ചിട്ടുണ്ട്. വളരെ ഹാപ്പിയായിരുന്നു. പിന്നെ
കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞങ്ങൾ സ്നേഹമന്ദിരത്തിൽ പോയി ഞാൻ അവരുടെ തുണികൾ കഴുകി കൊടുക്കുകയും പിന്നെ അവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുകയും പിന്നെ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി അരി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാനും പൈസ കൊടുക്കുകയും ചെയ്തിരുന്നു. എൻ്റെ വീടിൻ്റെ അടുത്ത്, ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് 2 പ്രായമുള്ള വിധവകൾ ഉണ്ടായിരുന്നു. ഇപ്പോഴും കുറേ കാലമായിട്ട് സ്ഥിരം ഞങ്ങളുടെ വീട്ടിൽ വരും, ഞങ്ങളെ ആശ്രയിക്കുന്നുണ്ട്. അപ്പം സന്തോഷത്തോടെ അവർക്ക് സേവനം ചെയ്യുവാനും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും ബാക്കി എല്ലാ സ്നേഹത്തോടെ ഞാനും എൻ്റെ ഹസ്ബൻഡ് കൂടുതൽ സ്നേഹത്തോടെ ഈ വിധവകളോട് എല്ലാം നല്ല ഇതായിട്ട് പെരുമാറി അവർക്കെല്ലാം ചെയ്തു കൊടുക്കാൻ ഇഷ്ടമാണ്. പിന്നെ കൊച്ചുനാളിൽ തൊട്ട് 5 വയസ്സിൽ തൊട്ട് കഷ്ടപ്പെട്ട് ഒത്തിരി അധ്വാനിച്ചാണ് ഹസ്ബൻഡ്. അപ്പോൾ ആര് വന്നാലും എൻ്റെ ശരീരം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുത്തേക്കാം, എനിക്കതിന് പ്രതിഫലമൊന്നും വേണ്ട എന്ന് പറഞ്ഞു. എൻ്റെ ഈ കാര്യത്തിലും പിന്നെ എനിക്ക് കുട്ടികളൊന്നും ഉണ്ടായി മരിച്ചു പോയത് അവർ പെങ്കൊച്ച്. അപ്പോൾ തന്നെ ആവുമല്ലോ, ഒരു വിധവയാവുമല്ലോ, എൻ്റെ ഒരു അച്ഛൻ്റെ ഭാര്യയാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് താല്പര്യമെടുത്ത് ഈ വിവാഹം നടത്തിയത്. അങ്ങനെ ഞങ്ങൾ ഈ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമാണ് ഞങ്ങളിന്ന് ചെറിയ പ്രശ്നങ്ങൾ ഞങ്ങളുടെ ഇടയിലുണ്ടായപ്പോഴും ചിലപ്പോൾ വേർപെട്ട് മാറിപ്പോയേക്കാവുന്നവരെ വന്നിട്ടാ. അപ്പോഴും വേഗം തന്നെ പ്രത്യക്ഷ പ്രാർത്ഥന എടുത്ത് ചെല്ലും. ഞാൻ ഏത് കാര്യത്തിനും അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എടുത്ത് ചെല്ലി കഴിയുമ്പോൾ ഹസ്ബൻഡ് ഇച്ചിരി താമസിച്ചാൽ ഞാൻ തന്നെ വീട്ടിലുള്ളൂ. അപ്പം ഞാൻ ഇന്ന് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കാണാതെ അറിയാം. അതിരുന്ന് ചെല്ലാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഹസ്ബൻഡ് വന്നു കഴിഞ്ഞു. അതെനിക്ക് ഈ അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വരാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. എനിക്ക് വേറെ ഒന്നിനോടും താല്പര്യമില്ല. ഈ ആലയത്തിൽ വരുന്ന പ്രാർത്ഥിക്കുന്നതിനോടാണ് ഞങ്ങൾക്ക് 2 പേർക്കും ഏറ്റവും താല്പര്യമുള്ളത്. പിന്നെ കാരുണ്യപ്രവൃത്തികളും ചെയ്യുന്നുണ്ട്. മറ്റുള്ളവർക്കുള്ള നഴ്സിംഗ് അസിസ്റ്റൻ്റ് ആയിരുന്നു, അതുകൊണ്ട് മറ്റുള്ളവർക്കുള്ള മുറിവുകൾ വെച്ച് കെട്ടി കൊടുക്കുന്നതിനും ഇപ്പോഴും ഹോസ്പിറ്റലിൽ പോയി ആ ജോലി ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാനും എനിക്ക് താല്പര്യമുണ്ട്. ഞങ്ങൾക്ക് ഈ അനുഗ്രഹങ്ങളെല്ലാം ചെയ്തു തന്ന പിന്നെ 25 വർഷക്കാലം കല്യാണം നടക്കാതിരുന്നിട്ട് പല പെണ്ണുങ്ങളെ എൻ്റെ ഹസ്ബൻഡ് ഞാനും കൂടെ ആലോചിച്ചിട്ടും പോലും നടന്നിട്ടില്ല. അതൊരു ഭയങ്കര അത്ഭുതമായിട്ട് അമ്മ മാതാവ് നടത്തി തന്നതിന് ഓർത്ത് അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ഇനിയും ഇവിടെ വന്ന് ഞങ്ങൾക്ക് വീണ്ടും സാക്ഷ്യങ്ങൾ പറയാൻ ഇനിയുണ്ട്. ഒത്തിരി കാര്യങ്ങൾ അമ്മ മാതാവ് നടത്തി തരുമെന്ന് മനസ്സിൽ ഞങ്ങൾക്കുണ്ട്. അത് നടന്നു സാക്ഷ്യപ്പെടുത്താനുള്ള അവസരം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഈ സാക്ഷ്യം നിർത്തുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, അമ്മ മാതാവിന് 1000 നന്ദി. നിങ്ങളുടെ ദൈവമായ കർത്താവിൽ സന്തോഷിക്കുവേൻ. അവിടുന്ന് നിങ്ങൾക്ക് യഥാകാലം ആവശ്യാനുസരണം ശരത്കാല വൃഷ്ടി നൽകും. ജോയൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 23-ാം വചനമാണ്. ഉടമ്പടി ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള ഒരു വിളിയാണ്. ശരത്കാല വൃഷ്ടി ദൈവത്തിൻ്റെ കൃപയുടെ അനുഗ്രഹത്തിൻ്റെ സമൃദ്ധിയാണ് സൂചിപ്പിക്കുന്നത്. ഉടമ്പടിയിലൂടെ വിശ്വാസ ജീവിതത്തിലേക്കുള്ള ആ വഴി തുറന്നു തരുമ്പോൾ ഉടമ്പടി മക്കൾ നിബന്ധനകളനുസരിച്ച് ഉടമ്പടി ജീവിതം പാലിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരണ്ട ഭൂമിയെ അനുഗ്രഹത്തിൻ്റെ ഒരു നിലമാക്കി മാറ്റുകയാണ് ഈശോയും അമ്മയും കൂടി. ഒരുപക്ഷേ നമ്മൾ പലരും വരേണ്ട ദിനങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരാവാം. ജോലിയില്ലായ്മയും വിവാഹം നിശ്ചയിച്ചിട്ടും നടക്കാത്തവരും വിവാഹത്തിന് പാർട്ട്ണറെ കിട്ടാത്തവരും നിരാശപ്പെട്ട് ഡൈവോഴ്സ് കേസിലിരിക്കുന്നവരും ഒക്കെ ആവാം. ആ വരണ്ട ഭൂമിയിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഈശോയും അമ്മയും കൂടെ ഉള്ളതുകൊണ്ട് അവർക്ക് സന്തോഷിക്കാം. കാരണം എന്നെങ്കിലും നമ്മളുടെ ഭാഗത്തു നിന്നൊരു ടേൺ വരികയാണെങ്കിൽ ഈശോയിലും അമ്മയിലേക്കും തിരിഞ്ഞ് ഒരാത്മീയ വിശുദ്ധിയ ഉള്ള ഒരു ജീവിതമാർഗം സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും യഥാകാലം ആവശ്യാനുസരണം ശരത്കാല വൃഷ്ടി നൽകുവാനുള്ള ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി കൊടുക്കുവാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഉടമ്പടി തീഷ്ണതയുടെ വിശ്വസ്തയോടെ നയിക്കുമ്പോൾ ഈശോയും അമ്മയും പുതിയ വാതിൽ, പുതിയ ജീവിതം, പുതിയ വിശ്വാസത്തിലേക്കാണ് നമ്മെ നയിക്കുന്നത്. മദ്യപാനത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുകയും
നല്ലൊരു ജീവിതമാർഗം സ്വീകരിക്കുകയും ചെയ്തപ്പോൾ, വിശ്വാസത്തിൽ ഉറച്ചു നിന്നപ്പോൾ, ഉടമ്പടിയിലെ നിബന്ധന അനുസരിച്ച് പാലിച്ചപ്പോൾ ഈ മകന് ഒരു പുതിയ ജീവിതമാണ് ഈശോയും അമ്മയും കരങ്ങളിലേക്ക് വെച്ചു കൊടുത്തത്. നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൽ വിശ്വസിച്ച് ഉടമ്പടിയിൽ വിശ്വസ്തയോടെ മുന്നോട്ട് നയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും കൃപയുടെ വൃഷ്ടി നൽകുവാനായിട്ട് ഈശോയ്ക്കും അമ്മയ്ക്കും സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അത് തന്നെയുമല്ല, സഹോദരങ്ങളുമായിട്ട് 2 ഫാമിലികളുമായിട്ട് രമ്യതയിലല്ലായിരുന്നു വിവാഹത്തിന് മുമ്പ്. പക്ഷെങ്കിൽ വിവാഹം കഴിഞ്ഞ് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഉടമ്പടിയിൽ വന്ന ഒരു വലിയൊരു മാറ്റമാണ് സഹോദരങ്ങളുമായി രമ്യപ്പെടാൻ സാധിക്കുകയും സ്നേഹത്തോടെ സഹോദരങ്ങളുടെ കൂടെ ഒന്നിച്ച് രമ്യതയിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ കുടുംബത്തിൽ കൂടുതൽ ആഹ്ലാദത്തിൻ്റെ ദിനങ്ങളാണിപ്പോൾ. അതും ഈശോയുടെ അമ്മയുടെ ഒരു വലിയ ഇടപെടലാണ്. ഈശോയും അമ്മയും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലും സന്തോഷത്തിൻ്റെ ദിവസങ്ങളായിരിക്കും. യഥാകാലം ആവശ്യാനുസരണം ശരത്കാല വൃഷ്ടി നൽകുന്ന ഒരു ദൈവമാണ് ഉടമ്പടി മക്കളുടെ കൂടെയുള്ളത്. ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ വരണ്ട ദിനങ്ങൾ സമർപ്പിക്കാം. ആ വരണ്ട ദിനങ്ങളിൽ ശരത്കാല വൃഷ്ടിക്കായി നമുക്കും കാത്തിരിക്കാം. നമ്മുടെ ജീവിതത്തിലും അനുഗ്രഹത്തിൻ്റെ മഴയ്ക്കായി ആ വൃഷ്ടിക്കായി കാത്തിരിക്കാം. ബിനോയ്ക്കും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് നമ്മൾക്ക് കരങ്ങളടി